Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യുക, അത് ഏത് രീതിയിലാണ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് മാറുന്നത് എന്നതിനെ കുറിച്ചാണ് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം നഷ്ടമാവുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു തോന്നൽ വരുന്ന സമയത്ത് നമ്മൾ കുറെ കൂടി ജാഗരൂകരാകും അല്ലെങ്കിൽ കുറെ കൂടി വളരെ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു നഷ്ടം നമുക്ക് ഉണ്ടാകാതെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ സേവ് ചെയ്യാൻ പറ്റുക. ഇനി ലൈഫിലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ, ഇപ്പൊ അത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ നമുക്ക് എങ്ങനെയാണ് സേവ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും എന്നുള്ളതാണ്. എപ്പോഴും അത് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു റീക്യാപ്പ് ഒന്നുകൂടി ചിന്തിക്കുക എന്നുള്ളത്. അപ്പോൾ നോ കോണ്ടാക്ട് പീരിയഡിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടും. അതായത് നമ്മുടെ ഭാഗത്താണോ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എന്തിനാണ് ആക്ച്വലി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് പറഞ്ഞത്, ആരുടെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക്, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വീണ്ടും ഒന്ന് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ പ്രവൃത്തികളെ കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു അവസരം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അറിയാതെ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ അത് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും, ആ റിലേഷൻഷിപ്പ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നോ കോണ്ടാക്ട് പീരിയഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആദ്യ ബെനിഫിറ്റും ഇത് തന്നെയാണ്. അതായത് എന്താണ് ആക്ച്വലി സംഭവിച്ചത് അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാനും കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുമുള്ള ഒരു ടൈം നമുക്ക് കൃത്യമായി കിട്ടുന്നു. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്, നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയി മാറാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു നോ കോണ്ടാക്ട് പീരിയഡിൽ നമുക്ക് കിട്ടുന്നത്. അതായത് ആക്ച്വലി നിങ്ങളൊരു നോ കോണ്ടാക്ട് പീരിയഡ് എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈമിംഗ് ഉണ്ടായിരിക്കും. ആ സമയത്തേക്ക് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരുവിധ അറിവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളൊരു അൺപ്രഡിക്റ്റബിൾ പേഴ്സൺ ആയി മാറും. അത് അവർക്ക് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ഒരു അൺപ്രഡിക്റ്റബിൾ പേഴ്സൺ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു ചാലഞ്ച് നേരിടേണ്ടി വരുമോ, എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നില്ല. അങ്ങനെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ലൈഫിൽ വന്നിട്ടും നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് വളരെ എഫക്റ്റീവായി ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു അൺപ്രഡിക്റ്റബിൾ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ആ ഒരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് ഈ ഒരു നോ കോണ്ടാക്ട് പീരിയഡിൽ ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു റിയലൈസേഷൻ കൂടി നമുക്ക് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു നോ കോണ്ടാക്ട് പീരിയഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ്, നമുക്ക് തേർഡ് പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. നോ കോണ്ടാക്ട് പീരിയഡ് നിങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങൾക്കുള്ള വാല്യൂ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ബഹുമാനം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു മതിപ്പ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക? സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാവുന്നത് അല്ലെങ്കിൽ കുറയുന്നത് എപ്പോഴാണ് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഓവർ അവൈലബിൾ ആകുമ്പോൾ അല്ലെങ്കിൽ ഓവർ ഷെയറിങ് നടത്തുമ്പോഴാണ് പലപ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രസൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകുന്നത്. അതൊരു പക്ഷേ ആ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു വാല്യൂ കുറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോ കോണ്ടാക്ട് പീരിയഡിൽ നിങ്ങളുടെ പ്രസൻസ് ഇല്ല, നിങ്ങളോട് സംസാരിക്കുന്നില്ല, നിങ്ങളെക്കുറിച്ച് നോ അപ്ഡേഷനാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തിക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ആബ്സെന്റിലായിരിക്കും ഏതൊരു വ്യക്തിക്കാണെങ്കിലും അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ ഇൻക്രീസ് ആവുന്നത് എപ്പോഴും അവൈലബിലിറ്റി കുറയുമ്പോഴാണ്. ഇവിടെ അവൈലബിലിറ്റി കുറയുക എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഓവർ ഷെയറിങ് എന്താണെങ്കിലും ഓവർ ആയി കഴിഞ്ഞാൽ, ഓവർ അവൈലബിൾ ആയി കഴിഞ്ഞാലും ഏത് കാര്യവും ഓവറായി ഷെയർ ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ നിങ്ങളോടുള്ള വാല്യൂ കുറയും. കാരണം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക്
അത് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഇതൊരു സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം കഠിനമാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെയുണ്ട്, അവരെ ഒന്നും അറിയിക്കാതെയാണ് നിങ്ങൾ എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓവർ ഷെയറിങ് അല്ലെങ്കിൽ ഓവർ അവൈലബിലിറ്റിയാണ് പലപ്പോഴും നിങ്ങളുടെ വാല്യൂ കുറയ്ക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആബ്സെന്റ് ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ വാല്യൂ കൂടുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ ആ ഒരു പ്രസൻസിനുള്ള ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഈ ഒരു നോ കോണ്ടാക്ട് പീരിയഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നോ കോണ്ടാക്ട് പീരിയഡിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അപ്ലൈ ചെയ്യുന്നത് ആര്, അല്ലെങ്കിൽ ഇതാരാണോ ഈ ഒരു നോ കോണ്ടാക്ട് പീരിയഡിൽ ആയിരിക്കുന്നത് ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് യു ക്യാൻ ബിക്കം എ സ്ട്രോങ് പേഴ്സൺ, മോർ സ്ട്രോങ്ങർ ആവാം എന്നുള്ളതാണ്. കാരണം ലൈഫിൽ വളരെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഇമോഷണലി ഡൗൺ ആകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ജെന്യൂൻ ആയിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഡൗൺ സ്റ്റേജ് ആയിരിക്കും ഈ ഒരു ബ്രേക്കപ്പ്. സോ അങ്ങനെയുള്ള ഒരു ഡൗൺ സ്റ്റേജ്, അല്ലെങ്കിൽ ലൈഫിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ, അല്ലെങ്കിൽ വളരെ ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചാലഞ്ച്, അങ്ങനെയുള്ള ഒരു ചാലഞ്ചിനെ കൂടി നിങ്ങൾക്ക് വളരെ കാമായിട്ട്, വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ കുറെ കൂടി സ്ട്രോങ് ആയി മാറാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയി കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം നമ്മുടെ ഇമോഷൻസിനെ, അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. സോ ഇങ്ങനെ ഈ ഒരു നോ കോണ്ടാക്ട് പീരിയഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പരിധിയിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. മാത്രമല്ല നിങ്ങൾ കുറെ കൂടി സ്ട്രോങ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. സോ നോ കോണ്ടാക്ട് റൂൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണായി മാറാം എന്നുള്ളത് തന്നെയാണ്. കാരണം ലൈഫിലെ വളരെ ടഫായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വിഷമകരമായിട്ടുള്ള ഒരു ഘട്ടം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ സാധിച്ചു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറാനും സാധിക്കും. ഫൈനലി നമുക്ക് കുറെ കൂടി ക്ലാരിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു നോ കോണ്ടാക്ട് പീരിയഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭാഗത്താണോ ആ റിലേഷൻഷിപ്പിന്റെ രീതിയിൽ, ആംഗിളിൽ നോക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ആ ഒരു മിസ്റ്റേക്ക് തിരുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ്, ലൈഫിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്ത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ, ഇങ്ങനെ നമുക്ക് നമ്മളെക്കുറിച്ച് ഒന്ന് ക്ലിയർ ആക്കാനും, ഇനി വാട്ട് ഈസ് നെക്സ്റ്റ് എന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കാനും ഡിസിഷൻ എടുക്കാനും ഒക്കെയുള്ള ഒരു സമയം കൂടിയാണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആക്ച്വലി നമുക്ക് കുറെ കൂടി ബെറ്റർ പേഴ്സൺ ആകാൻ സാധിക്കുന്നതും നമുക്ക് നമ്മളിലേക്ക് കുറെ കൂടി ഫോക്കസ്ഡ് ആവാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് പീരിയഡ് എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വാട്ട് ഈസ് നെക്സ്റ്റ്, ഇനി എന്ത് വേണമെന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരു സമയം നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ ബെനിഫിറ്റും ഈ ഒരു നോ കോണ്ടാക്ട് പീരിയഡിൽ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ പലപ്പോഴും നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആണ് കാരണം, അല്ലെങ്കിൽ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പല ആളുകളും പറയുന്നത്. ഒരു പക്ഷേ ഇതിന്റെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് പീരിയഡിലായിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് എന്തെല്ലാം ബെനിഫിറ്റ് ആണ് നമുക്ക് നൽകുന്നത് എന്നതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം ആ രീതിയിൽ ഒരു തോട്ട് ഡൈവേർട്ടായി പോകുന്നത്. സോ തീർച്ചയായിട്ടും നോ കോണ്ടാക്ട് പീരിയഡ്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക, ഇത്രയും ബെനിഫിറ്റുകൾ ഈ ഒരു നോ കോണ്ടാക്ട് പീരിയഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ബെനിഫിറ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതുവഴി നമുക്കൊരു ലെറ്റിംഗ് ഗോ പ്രോസസ്സിലേക്ക് എത്താനും, നമ്മുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാനാണെങ്കിലും അത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. സോ തീർച്ചയായും നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ
നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്